ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഫസ്റ്റ് യൂണിറ്റിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ വേണ്ടി പോകുന്നത്. രണ്ടാമത്തെ ഭാഗത്തിൽ രണ്ട് മെയിൻ ടോപ്പിക്കുകളാണുള്ളത്. ഒന്ന് ഫിനാൻഷ്യൽ മാർക്കറ്റുകളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചിട്ടും കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണിത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പല കാര്യങ്ങളും തന്നെയാണ് ഇനി നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലെ. അപ്പം ഇനി ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോം ആണ് അല്ലെ. ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും അവരുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ഇത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം അവിടെ പലതരത്തിലുള്ള ഫിനാൻഷ്യൽ അസറ്റ്സിന്റെ ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്നുണ്ട്. അതായത് ബോണ്ട്, സ്റ്റോക്ക്, ഫോറക്സ്, ഡിബഞ്ചർ, അങ്ങനെയുള്ള ഒരുപാട് ഫിനാൻഷ്യൽ അസറ്റ്സുകളാണ് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ബൈയിങ്, അതിന്റെ ട്രാൻസാക്ഷൻ ആണ് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നടക്കുന്നത്. അപ്പൊ ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ പാർട്ടിസിപ്പൻസ് തന്നെയാണ് ഇത് ഫിനാൻഷ്യൽ മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസും. അവിടെ ബാങ്കുകളുണ്ട്, അതുപോലെ ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്, പെൻഷൻ ട്രസ്റ്റുകള്, മറ്റു ഫിനാൻഷ്യൽ ഏജന്റുകൾ ഒക്കെ എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് ആണ്. അപ്പം ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ബിസിനസ്സസിന് അവരുടെ മണി റൈസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് മണി ക്രിയേറ്റ് ചെയ്യുന്ന, അവർക്ക് അസറ്റ് ഉണ്ടാക്കുന്നതിനും ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ആവശ്യക്കാർക്ക് പണം കണ്ടെത്തുന്നതിനും ഇനിയിപ്പം മറ്റു ബിസിനസ് ഒന്നും ചെയ്യാതെ പണം സേവ് ചെയ്ത് വെക്കുന്ന ആളുകൾക്ക് അവരുടെ അസറ്റ് കൂട്ടുന്നതിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഇത് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ അതിലൂടെ നടക്കുന്ന എന്താണ്? അപ്പൊ ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിലൂടെ നടക്കുന്നത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്കണോമിക് ഫങ്ഷനിങ് ആണ്. അതുവഴി എക്കണോമിക് ഗ്രോത്തും എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. എക്കണോമിയിലെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ട്. ഇപ്പൊ ഒരു പുതിയ ഒരു ബിസിനസ് തുടങ്ങുന്ന ആൾക്ക് ഫണ്ട് കണ്ടെത്താൻ പറ്റും. ഏത്? ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് വഴി ഫണ്ട് കണ്ടെത്താൻ വേണ്ടി പറ്റും. ലോൺ കിട്ടും. സെക്യൂരിറ്റീസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കും. ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. ഫണ്ട് മൊബിലൈസേഷൻ ഒക്കെ നടക്കും. അതുവഴി എന്താണ് എക്കണോമിയിൽ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുകയും അതുവഴി എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. ഒരുപാട് ആളുകൾക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും. ഓക്കെ. അതുപോലെ തന്നെ ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഈ പല അസറ്റുകളെയാണ് ഡീൽ ചെയ്യുന്നത്. കറൻസീസ്, ബോണ്ട്, സ്റ്റോക്ക്, കമോഡിറ്റീസ്, ഡെറിവേറ്റീവ്സ്, ഡിബഞ്ചേഴ്സ്, ഇതൊക്കെ എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്ന അസറ്റുകളാണ് കേട്ടോ. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എപ്പോഴാണ്? ഡിമാൻഡ് ഫോർ ക്രെഡിറ്റ് എന്താണ് സപ്ലൈ ഓഫ് ഫണ്ടിനെ മാച്ച് ചെയ്യുന്ന സമയത്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഇക്വിലിബ്രിയം ഉണ്ടാവുക. അതായത് ക്രെഡിറ്റേഴ്സ് ഡിമാൻഡ് എന്താണ് ഫണ്ട് സപ്ലൈ ചെയ്യുന്ന ആളുകളുമായിട്ട് മാച്ച് ചെയ്യുമ്പോഴാണ്, അതിന്റെ ഫണ്ടിന്റെ സപ്ലൈ മാച്ച് ചെയ്യുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്? ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഉണ്ടാവുന്നത്. അതായത് ബോറോയിങ്ങിനെ ലെൻഡിങ്ങിനെയും ബാലൻസ് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ ഉണ്ടാവുക. അവിടെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഇന്റർമീഡിയറീസ് എന്ന് പറയുന്നത് ബാങ്കുകൾ അല്ലെ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർമീഡിയറി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബാങ്കുകൾ, ബ്രോക്കേഴ്സ്, കസ്റ്റോഡിയൻസ്, ഇവരൊക്കെയാണ് ഈ ബയേഴ്സും സെല്ലേഴ്സിനെയും തമ്മിൽ അല്ലെങ്കിൽ ഇന്റർ കണക്ട് ചെയ്യുന്ന ഇന്റർമീഡിയറീസ് എന്ന് പറയുന്നത്. അവരാണ് ഈ ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും സെക്യൂരിറ്റീസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ. ഇനി പലതരത്തിലുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റുകളുണ്ട്, ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റുകൾ. അതിൽ ഫസ്റ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഓവർ ദ കൗണ്ടർ മാർക്കറ്റ് ആണ്, OTC മാർക്കറ്റ് എന്ന് പറയും. അത് ചെറിയ കമ്പനികളുടെ സ്റ്റോക്കുകൾ ഡീൽ ചെയ്യുന്ന മാർക്കറ്റ് ആണ്. അതായത് ലോവർ കോസ്റ്റിൽ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റ് ആണ് ഇത് ഓവർ ദ കൗണ്ടർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടെ എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ചെറിയ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. മെയിൻ ആയിട്ടും അത്ര ഫോർമൽ അല്ല. എവിടെ? ഓവർ ദ കൗണ്ടർ മാർക്കറ്റിൽ നടക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അത്ര ഫോർമൽ അല്ല, റെഗുലേഷൻസ് കുറവായിരിക്കും. ഇനി അടുത്ത മാർക്കറ്റ് എന്ന് പറയുന്നത് ബോണ്ട് മാർക്കറ്റ് ആണ്. ബോണ്ട് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും? മണി ലെൻഡ് ചെയ്യും. എന്തിനു വെച്ചിട്ട്? ബോണ്ട് എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി വെച്ചിട്ട് മണി ആവശ്യക്കാർക്ക്
പ്രൊവൈഡ് ചെയ്യും. മെയിൻ ആയിട്ടും ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെന്റ്, അതുപോലെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റീസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ ഈ ബോണ്ടിന് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു മെച്യൂരിറ്റി പീരീഡും ഉണ്ടാവും. അത് എന്താണ്, ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം, ഓവർ ദ ടൈം അവർ പേ ചെയ്യണം. പക്ഷെ പ്രിൻസിപ്പൾ റിട്ടേൺ ചെയ്യുന്നത് മെച്യൂരിറ്റി അവസാനിക്കുന്ന സമയത്തായിരിക്കും. അതാണ് ഈ ബോണ്ട് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ബോണ്ട് എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി വെച്ചിട്ടാണ് ആളുകൾക്ക് എന്ത് ചെയ്യുന്നത്, ഈ ബോറോവേഴ്സിന് ഫണ്ട് കൈമാറ്റം ചെയ്യുന്നത്. അതാണ് ബോണ്ട് മാർക്കറ്റിൽ നടക്കുന്നത്. അപ്പൊ ഈ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന, ആ ബോണ്ട് എന്ന് പറയുന്ന സെക്യൂരിറ്റി ഉണ്ടാക്കുന്നത് ആരാണ്, ഗവൺമെന്റ്, മുനിസിപ്പാലിറ്റീസ്, അതായത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇത് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. അടുത്തത് മണി മാർക്കറ്റ് ആണ്. അതായത് മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആയിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അതായത് അതിന്റെ മെച്യൂരിറ്റി മെയിൻ ആയിട്ടും ലെസ് ദാൻ 1 ഇയർ ആയിരിക്കും. അതായത് ലോ റിസ്ക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളാണ് അവിടെ നടക്കുന്നത്. ട്രഷറി ബില്ല്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പർ, ഇങ്ങനെയുള്ള സെക്യൂരിറ്റീസിനൊക്കെ വെച്ചിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ് മണി മാർക്കറ്റിൽ നടക്കുന്നത്. അപ്പൊ അതിന്റെ റിസ്ക്കും എന്താണ്, കുറവാണ്. അടുത്തത് ഡെറിവേറ്റീവ് മാർക്കറ്റ് ആണ്. ഇത് കുറച്ചുകൂടി എന്താണ്, കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആണ് ഇത് ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം അത് ഒരു കോൺട്രാക്ട് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു നമ്മള് എന്താണ്, ഒരു അസറ്റിന്റെ വാല്യൂ മറ്റൊരു ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു കോൺട്രാക്ട് വെച്ചിട്ട്, ഇപ്പൊ ഒരു കാറ് വിൽക്കണമെങ്കിൽ ആ കാറിന്റെ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫ്യൂച്ചർ കോൺട്രാക്ട് അല്ലെങ്കിൽ ഓപ്ഷൻ ഉണ്ടാക്കുക. ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിൽ ഇന്ന ഡേറ്റിൽ ഇത്ര പ്രൈസിൽ ഇത്ര ഇൻട്രസ്റ്റ് റേറ്റിൽ നമ്മൾ ഇത് കൈമാറും എന്നുള്ള ഒരു കോൺട്രാക്ട് വെക്കുക. അപ്പൊ അവിടെ എന്താണ്, റിസ്ക് കുറയുകയും ചെയ്യും. അങ്ങനെയുള്ള മാർക്കറ്റാണ് ഇത് ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ഹെഡ്ജിങ് ആണ് മെയിൻ ആയിട്ടും, റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡെറിവേറ്റീവ് മാർക്കറ്റ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഈ എക്കണോമിയിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ മാറുന്നതിനനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ എന്താണ്, ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുമ്പം ആളുകൾക്ക് ചിലപ്പോൾ നഷ്ടം വരാം, ചിലപ്പോൾ ലാഭം വരാം. അപ്പം അങ്ങനെയുള്ള റിസ്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് മെയിൻ ആയിട്ടും ഇവിടെ ഇൻവോൾവ് ആവുന്നത്, ഈ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഇൻവോൾവ് ആവുന്നത്. അപ്പൊ ഈ ഒരു കോൺട്രാക്ട് വെച്ചിട്ട് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിസ്ക് കൂടുതൽ വരില്ല, അവർക്ക് വലിയ നഷ്ടവും എന്ത് ചെയ്യില്ല, ആ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ നടക്കില്ല. അതാണ് ഈ ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അടുത്തത് കമ്മോഡിറ്റി മാർക്കറ്റ് ആണ്. കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫിസിക്കൽ ഗുഡ്സ്, അതായത് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്, പ്രഷ്യസ് മെറ്റൽസ്, എനർജി പ്രൊഡക്ട്സ്, അതൊക്കെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, അതായത് ഫിസിക്കൽ ഗുഡ്സിന് എന്താണ് ഓൺ ദ സ്പോട്ടിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്. അവിടുത്തെ ട്രാൻസാക്ഷൻ, ഈ ഫിസിക്കൽ ഗുഡ്സിന്റെ ട്രാൻസാക്ഷൻ ഓൺ ദ സ്പോട്ടിലാണ് നടക്കുന്നത്. അതിന് മെച്യൂരിറ്റി പീരീഡും കാര്യങ്ങളൊന്നുമില്ല. ചില സമയങ്ങളിൽ ഈ എന്താണ് ഡെറിവേറ്റീവ്സ് വെച്ചിട്ടും എന്ത് ചെയ്യാറുണ്ട്, ഈ ഫിസിക്കൽ ഗുഡ്സ് ഫിസിക്കൽ ഗുഡ്സിന്റെ ട്രാൻസാക്ഷൻ നടക്കാറുണ്ട്, ബൈയിങ്ങും സെല്ലിങ്ങും നടക്കാറുണ്ട് ചില കേസുകളിൽ കേട്ടോ. അതായത് ഫിസിക്കൽ ഗുഡ്സിന്റെ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഫ്യൂച്ചറും അതുപോലെ ഫോർവേഡ് ഓപ്ഷന് അതൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളും ഉണ്ട്, അത് വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ട് കമ്മ്യൂണിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഗുഡ്സിന്റെ ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതെന്താണ്, അവിടെ ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ കമ്മോഡിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, ട്രേഡ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തത് ഫോറക്സ് മാർക്കറ്റ് ആണ്. ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത് കറൻസീസ്, മെയിൻ ആയിട്ട് കറൻസീസ്, നമ്മുടെ കറൻസി മാത്രമല്ല മറ്റു ഫോറിൻ കറൻസികളും ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് എന്ത് പറയുന്നത്, ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതാണ് ഈ ഫോറക്സ് മാർക്കറ്റ് ആണ് ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് ലിക്വിഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ് കേട്ടോ. അവിടെ എന്ത് ലിക്വിഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് മാത്രമേ നടക്കുന്നുള്ളൂ, കറൻസികളുടെ എക്സ്ചേഞ്ച് മാത്രമാണ് ആ മാർക്കറ്റിൽ നടക്കുന്നത്. അവിടെ എല്ലാ ഉൾപ്പെടുന്ന പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് ബാങ്ക്, ഇൻവെസ്റ്റ്മെന്റ് ഫേം, ഗവൺമെന്റ്, അതുപോലെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്രേഡേഴ്സ് ഒക്കെ ഈ ഫോറക്സ് മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് ആണ്. എല്ലാവരും അതിൽ ഇൻവോൾവ് ആണ്. അതുപോലെ തന്നെ എന്താണ്, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റ് ആണ്. എന്താണ്, നമ്മുടെ ഇവിടെയുള്ള ആളുകൾ മാത്രമല്ല അതിൽ ഇൻവോൾവ് ആവുക, എന്താണ് ഇന്റർനാഷണലി നടക്കുന്നതാണ് ഇത് ഫോറക്സ് മാർക്കറ്റിലെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഒരു പുതിയ ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മാർക്കറ്റ് ആണ് ഇത് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ്. അതായത് ഡിജിറ്റൽ ആയിട്ടുള്ള അസറ്റ്, അതായത് ബിറ്റ് കോയിൻ, എതറം അങ്ങനെയൊക്കെ പറയുന്ന ഇത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ. സോ അങ്ങനെയുള്ള ഡിജിറ്റൽ അസറ്റുകൾ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് എന്ന് പറയുന്നത്. അത് മെയിൻ ആയിട്ടും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ ബേസ് ചെയ്തിട്ടാണ്. അതും എന്താണ്, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള
ഡീസെൻട്രലൈസ്ഡ് ആണ്. ഓക്കെ, പക്ഷെ എന്താണ് ട്രാൻസാക്ഷൻ നടക്കുന്നത് സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമുകളാണ്. അതായത് ഈ എക്സ്ചേഞ്ചസ് വഴി ആണ് ഇതിന്റെ ഈ ക്രിപ്റ്റോ കറൻസിയുടെ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിലും എന്ത് ചെയ്യുന്നുണ്ട്, ക്രിപ്റ്റോ കറൻസിയുടെ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. ഇനി അപ്പൊ നമ്മള് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താന്ന് പറഞ്ഞു, ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് പറഞ്ഞു. ഇനി ഫിനാൻഷ്യൽ മാർക്കറ്റിനെ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് അതിന്റെ നേച്ചറിനെ, ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ നേച്ചറിനെ ബേസ് ചെയ്തിട്ട് പല രീതിയിലും ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ട്. അപ്പം അത് ക്ലെയിം ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് രണ്ട് രീതിയിലാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഡെപ്റ്റ് മാർക്കറ്റ് എന്നും ഇക്വിറ്റി മാർക്കറ്റ് എന്നും. ഡെപ്റ്റ് മാർക്കറ്റിൽ ഇൻവോൾവ് എക്സ്ചേഞ്ച് ഓഫ് ഫിക്സ്ഡ് ബോൺസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് ആണ് ഡെപ്റ്റ് മാർക്കറ്റിൽ ഉള്ളത്. ഇക്വിറ്റി മാർക്കറ്റില് ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോക്സ് ആണ് ബൈയും സെല്ലും ചെയ്യുന്നത്. നേച്ചർ ഓഫ് ക്ലെയിം വെച്ചിട്ടാണ് കേട്ടോ. മെച്യൂരിറ്റി ഓഫ് ക്ലെയിം, അതായത് ഈ എന്താണ് സെക്യൂരിറ്റീസിന്റെ മെച്യൂരിറ്റി ഉണ്ടല്ലോ, ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ട് രണ്ട് രീതിയിലാണ് ക്ലാസിഫിക്കേഷൻ, മണി മാർക്കറ്റ് എന്നും ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും. മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലെസ് ദാൻ 1 year മെച്യൂരിറ്റി ഉള്ള സെക്യൂരിറ്റീസ്, ഫിനാൻഷ്യൽ അതിന്റെ ട്രാൻസാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത് മണി മാർക്കറ്റിൽ. ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്താണ് ലോങ് ടേം ഫണ്ടുകളാണ് നടക്കുന്നത്, അതായത് ബോണ്ടുകളൊക്കെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റൽ മാർക്കറ്റിൽ നടക്കുന്നത്. ഓവർ 1 year സെക്യൂരിറ്റി മെച്യൂരിറ്റി ഉള്ള സെക്യൂരിറ്റീസ് ആണ് അവിടെ ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഇനി ടൈമിംഗ് ഓഫ് ഡെലിവറിനെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാഷ് മാർക്കറ്റ് എന്നും ഫ്യൂച്ചർ മാർക്കറ്റ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ക്യാഷ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ റിയൽ ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്, ട്രേഡ് കംപ്ലീറ്റ് അതേ ടൈമിൽ തന്നെ എന്ത് ചെയ്യാണ്, ട്രേഡ് കംപ്ലീറ്റ് ചെയ്യാണ് വിത്ത് ഇമ്മീഡിയറ്റ് ഡെലിവറി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അപ്പൊ തന്നെ ആ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ത് ചെയ്യാണ്, കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ക്യാഷ് മാർക്കറ്റിൽ. പക്ഷെ ഫ്യൂച്ചർ മാർക്കറ്റിൽ എന്ത് ചെയ്യാണ്, ഡെലിവറി ആ സെറ്റിൽമെന്റ് ചെയ്യുന്ന ആ സമയത്ത് നടക്കുന്നില്ല, ഫ്യൂച്ചറിൽ ഒരു ടൈം പീരീഡിലാണ് എന്ത് ചെയ്യുന്നത്, അത് അതിന്റെ ട്രാൻസാക്ഷൻ നടക്കുന്നത്. ദെൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ വെച്ചിട്ട് ഇതിനെ എക്സ്ചേഞ്ച് ട്രേഡഡ് മാർക്കറ്റ് എന്നും ഓവർ ദ കൗണ്ടർ മാർക്കറ്റ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എക്സ്ചേഞ്ച് ട്രേഡഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് മാർക്കറ്റ് വിത്ത് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഫോർ ട്രാൻസാക്ഷൻ ആണ്. അതായത് ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് എന്താണ്, ഒരു സെൻട്രലൈസ്ഡ് മാർക്കറ്റ് ഉണ്ടാവും. ഓവർ ദ കൗണ്ടർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടെ റെഗുലേഷൻസ് കാര്യങ്ങൾ എന്താണ്, കുറവായിരിക്കും, ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റ് ആണ്. എക്സ്ചേഞ്ച് ട്രേഡഡ് മാർക്കറ്റിൽ എന്താണ്, സെൻട്രലൈസ്ഡ് ആണ്, അവിടെ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓവർ ദ കൗണ്ടർ മാർക്കറ്റിൽ അത് കുറവായിരിക്കും. നേച്ചർ ഓഫ് ട്രാൻസാക്ഷനെ ബേസ് ചെയ്തിട്ട് എന്താണ്, പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ന്യൂലി ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റ് ആണ് ഇത് പ്രൈമറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഇഷ്യൂ ചെയ്ത് വെച്ചിട്ടുള്ള സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റ് ആണ് ഇത് സെക്കൻഡറി മാർക്കറ്റ്. ഇനി റെഗുലേഷൻ സ്റ്റാറ്റസിനെ ബേസ് ചെയ്തിട്ട് അൺഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നും ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നും രണ്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അൺഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ പ്രത്യേകിച്ച് ആരുടെയും എന്തില്ല, ഫോർമൽ റെഗുലേഷൻസോ കാര്യങ്ങളൊന്നുമില്ല. അതായത് ഇൻഡിജിനസ് ബാങ്കേഴ്സും എന്താണ് മണി ലെൻഡേഴ്സും ഒക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്. ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ RBIയുടെയും സെബിയുടെയും ഒക്കെ കൺട്രോളിൽ റെഗുലേഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്ന മാർക്കറ്റ് ആണ് ഇത് ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. അവരുടെ റെഗുലേഷൻസ് പ്രകാരമായിരിക്കും അവിടെ എന്ത് ചെയ്യുക, ഈ സെക്യൂരിറ്റീസിന്റെ എക്സ്ചേഞ്ച് നടക്കുക. സോ ഇനി നമ്മൾ എന്താണ്, ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അപ്പൊ നമ്മൾ നേരത്തെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ. സെയിം സംഭവങ്ങൾ തന്നെയാണ്, ഇമ്പോർട്ടൻസ് തന്നെയാണ് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിനും ഉള്ളത്. അപ്പൊ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, റിസോഴ്സ് അലോക്കേഷൻ, എഫിഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സ് അലോക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് ആളുകളിലേക്ക് കൃത്യമായിട്ട് റിസോഴ്സസ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് പണം ഉള്ള ആളുകളുടെ അടുത്ത് നിന്ന് പണം ആവശ്യമുള്ള ആളുകളിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, അലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ, ഇപ്പോൾ ആളുകൾക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് അതുവഴി അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ ജനറേഷൻ, ഇപ്പൊ പുതിയ വെഞ്ചേഴ്സ് തുടങ്ങുന്ന അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് തുടങ്ങുന്ന ആളുകളിലേക്ക് ക്യാപിറ്റൽ ജനറേഷൻ നടത്താൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആളുകൾക്ക് ലോൺ വേണം, ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ ലോൺ വേണം, അതായത് ക്യാപിറ്റൽ വേണം. അതിന് ക്യാപിറ്റൽ ജനറേഷൻ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് വഴിയാണ് അവിടെ എന്ത് നടക്കുന്നത്, ഈ ലോണുകളൊക്കെ കിട്ടുന്നത് അല്ലെ. ഈസി ട്രാൻസാക്ഷൻസ് ആണ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നടക്കുന്നത്.
സേവേഴ്സും ബയേഴ്സും തമ്മിലുള്ള ഒരു ഈസി ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു ഈസി ട്രാൻസാക്ഷനും ഫണ്ട് അലോക്കേഷനും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇക്കണോമിയിൽ എന്തുണ്ടാകും? എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റുകൾ വഴി എംപ്ലോയ്മെന്റ് കിട്ടും. അപ്പൊ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നമുക്ക് എക്കണോമിയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല ആളുകൾക്കും ക്യാപിറ്റൽ ആക്സസ് കിട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ബാങ്കുകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ ആൻഡ് അസറ്റ് അലോക്കേഷൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെക്യൂരിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ഒരുപാട് സെക്യൂരിറ്റീസ്, ഈ സെക്യൂരിറ്റീസ് വെച്ചിട്ട് ആളുകൾക്ക് ഫണ്ട് ക്രിയേഷൻ നടത്താൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സേവിങ് മൊബിലൈസ് ചെയ്യുന്നുണ്ട്. ആളുകൾ മോസ്റ്റ് പ്രൊഡക്റ്റീവ് ആയിട്ട് ഉള്ള രീതിയിൽ സേവിങ് നടത്താൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ ഈ സെക്യൂരിറ്റീസിന് ഒരു പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മാർക്കറ്റിലൂടെ, ഫിനാൻഷ്യൽ മാർക്കറ്റിലൂടെ സാധിക്കുന്നുണ്ട്. അതായത് ലിക്വിഡേറ്റ് ചെയ്യാൻ, അതായത് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റികളെ ലിക്വിഡേറ്റ് ചെയ്യാനും പറ്റും. അതായത് ഇപ്പോ ഈ എന്താണ് ബോണ്ട്, ഡിബഞ്ചർ, ഇതിനെയൊക്കെ ലിക്വിഡേറ്റ് ചെയ്യാനും എന്തിലൂടെ സാധിക്കുന്നുണ്ട്? ഫിനാൻഷ്യൽ മാർക്കറ്റിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പൊ ആ സെക്യൂരിറ്റിക്ക് നമ്മളൊരു പ്രൈസ് ഫിക്സ് ചെയ്യാണ് അല്ലെ? അതിലൂടെ അതിനെ ലിക്വിഡേറ്റ് ചെയ്യാനാണ് പറ്റുന്നത്. അതുപോലെ കോസ്റ്റും ടൈമും കുറയ്ക്കുകയാണ് അല്ലെ? ആളുകൾക്ക് ഫണ്ട് കണ്ടെത്താനുള്ള കോസ്റ്റ്, അതുപോലെ അതിന്റെ ടൈം, പെട്ടെന്ന് ആളുകൾക്ക് എന്ത് ചെയ്യാണ്? ഈ പണം ആവശ്യമായിട്ടുള്ള ആളുകളിലേക്ക് അത് കിട്ടുകയാണ് ചെയ്യുന്നത്. സോ ചുരുക്കി പറഞ്ഞാൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് ക്യാപിറ്റൽ അലോക്കേഷനും അസറ്റ് ലിക്വിഡേഷനും അതുപോലെ ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറയ്ക്കുന്നതിനും എക്കണോമി സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതിനൊക്കെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഫിനാൻഷ്യൽ മാർക്കറ്റുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെയിം കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇമ്പോർട്ടൻസിലും പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു വെച്ച ടോപ്പിക് എന്താണ്? ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഇമ്പോർട്ടൻസ്, ടൈപ്സ്, അതിന്റെ ക്ലാസിഫിക്കേഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. ഇനി അടുത്തത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ബയേഴ്സും സെല്ലേഴ്സും ട്രാൻസാക്ഷൻ നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന് എന്തുണ്ട്? വലിയൊരു റോൾ ഉണ്ട് അല്ലെ? അവര് എന്താണ്? അതിന്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. അതായത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ ഈ പറഞ്ഞ ഷെയർസ്, സ്റ്റോക്ക്, ബോണ്ട്, ഡെറിവേറ്റീവ്സ്, മ്യൂച്വൽ ഫണ്ട്, ചെക്കുകൾ, ഫിനാൻഷ്യൽ പേപ്പർ, കൊമേഴ്ഷ്യൽ പേപ്പർ, അങ്ങനെയുള്ള പ്രൊമൈസറി നോട്ടുകൾ, ഇതൊക്കെ എന്താണ്? ഈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഇതിന്റെ ഒക്കെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. ഇനി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ടൈപ്സ് ആണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ? സ്റ്റോക്ക്, ബോണ്ട്, ലോൺ, ഇതൊക്കെ എന്താണ്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതിൽ ക്യാഷ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അതായത് അതിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് മാർക്കറ്റ് ആണ്. സ്റ്റോക്സും ബോണ്ടും ആണ് അതിന്റെ എക്സാമ്പിൾ. ക്യാഷ് ഇൻസ്ട്രുമെന്റ്സിന്റെ എക്സാമ്പിൾ സ്റ്റോക്കും ബോണ്ടും ആണ്. അതിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് മാർക്കറ്റ് ആണ് കേട്ടോ. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് ആണ് അതിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അതായത് അതൊരു കോൺട്രാക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു അസറ്റിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രാക്ട് ബേസ് ചെയ്തിട്ടാണ്. സോ അതിൽ എന്താണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്? ഓപ്ഷൻ ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട്, ഫോർവേഡ് ഉണ്ട്, സ്വാപ്പ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സിൽ. ഫോറിൻ എക്സ്ചേഞ്ച് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് കറൻസീസ് ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. എന്താണ്? ഫോറിൻ എക്സ്ചേഞ്ച് ഇൻസ്ട്രുമെന്റ്സ്. അതിൽ കറൻസീസ് ആണ് എന്ത്? ഇൻസ്ട്രുമെന്റ്സ്. ഇപ്പൊ ഇന്ത്യൻ റുപ്പി, ഡോളർ, യൂറോ, ഇതൊക്കെ എന്താണ്? കറൻസീസ് ആണ്. അതാണ് അവിടുത്തെ ടൂള്. ഈ ഫോറക്സ് മാർക്കറ്റിലെ ടൂൾ എന്ന് പറയുന്നത് കറൻസീസ് ആണ്. ഇക്വിറ്റി ബേസ്ഡ് ഇൻസ്ട്രുമെന്റ്സ് അതെന്താണ്? റെപ്രസെന്റ് ഓണർഷിപ്പിന്റെ കമ്പനിയാണ്. അതായത് ഷെയർസും സ്റ്റോക്സും. ഡെപ്റ്റ് ബേസ്ഡ് ഇൻസ്ട്രുമെന്റ്സിൽ പെടുന്നതാണ് ബോണ്ടും അതുപോലെ തന്നെ ലോണുകളും. ഇതൊക്കെ ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. പല തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഓരോ മാർക്കറ്റിലും ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. ബോണ്ട് മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ബോണ്ട് എന്ന് പറയുന്ന സെക്യൂരിറ്റി. അതുപോലെ ലോൺ എന്ന് പറയുന്ന സെക്യൂരിറ്റി എന്താണ്? അവിടെ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഫോറക്സ് മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് കറൻസീസ്. ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് ഫ്യൂച്ചർ, സ്വാപ്പ്, ഓപ്ഷൻ എന്ന് പറയുന്ന ഇതൊക്കെ. ഓക്കെ. ഈ ഷോർട്ട് ടേം ഡെപ്റ്റിൽ പറയുന്നത് എന്താണ്? ട്രഷറി ബില്ല്. അതായത് ലെസ് ദാൻ 1 ഇയറിൽ കൊടുക്കുന്ന സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ പ്രൈമറി മാർക്കറ്റ് പറഞ്ഞല്ലോ, അവിടെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ട്രഷറി ബില്ലുകൾ, കൊമേഴ്ഷ്യൽ പേപ്പറുകളൊക്കെ. ലോങ് ടേം ഡെപ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്, അതായത് സെക്കൻഡറി മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഗവൺമെന്റ് ബോണ്ടുകളൊക്കെ. അതായത് അതിന്റെ മെച്യൂരിറ്റി പീരീഡ് എന്തായിരിക്കും? ഓവർ 1 ഇയർ ലോങ് ടേം മെച്യൂരിറ്റി പീരീഡ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ കോംപ്ലക്സ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതായത്
ഡെറിവേറ്റീവ്സിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്താണ്? കോംപ്ലക്സ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഫോർവേഡും ഫ്യൂച്ചറും സ്വാപ്പും ഒക്കെ കോംപ്ലക്സ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്. നോൺ കോംപ്ലക്സ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഈ ബോണ്ടും സ്റ്റോക്കും ഒക്കെ. അത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ അതുപോലെ തന്നെ പ്രൈമറി സെക്യൂരിറ്റീസിൽ ഉപയോഗിക്കുന്ന ന്യൂ ഷെയർസ്, അതെന്താണ്? ന്യൂലി ഇഷ്യൂഡ് ആയിട്ടുള്ള ഷെയർസിനാണ് നമ്മൾ എന്താണ് ഈ പ്രൈമറി മാർക്കറ്റിലെ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. സെക്കൻഡറി മാർക്കറ്റിലെ ഇൻസ്ട്രുമെന്റ്സ് എന്താണ്? ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് സെക്കൻഡറി മാർക്കറ്റിലെ ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനുള്ളത്. അതായത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ കമ്പോണൻസിന്റെ ഓരോന്നിന്റെയും ടൈപ്സ്, അതുപോലെ തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ ഫങ്ഷൻസ് കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇനി ഈ കാര്യങ്ങൾ തന്നെയാണ് ഓരോ ചാപ്റ്ററിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഓരോ പോയിന്റുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ. അപ്പൊ ഇതില് ലാസ്റ്റ് ഈ ഇതിന്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് വരുന്നുണ്ട്. അതായത് ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു. എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഡിഫറെന്റ് ടൈപ്സ് ചോദിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ പറഞ്ഞില്ലേ, ബാങ്കിങ്, നോൺ ബാങ്കിങ്, ഇന്റർമീഡിയറീസ്, നോൺ ഇന്റർമീഡിയറീസ് ഒക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അടുത്ത് എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രൈമറി സെക്യൂരിറ്റീസും സെക്കൻഡറി സെക്യൂരിറ്റീസും തമ്മിലുള്ള ഡിഫറൻസും ചോദിച്ചിട്ടുണ്ട്. ദെൻ അടുത്തത് ഫിനാൻഷ്യൽ സർവീസസ് എന്താണ്, അതിന്റെ എക്സാമ്പിൾസും അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് യൂണിറ്റ്. ഓക്കെ, അടുത്ത യൂണിറ്റുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.